السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധവും പ്രാർത്ഥന തന്നെയാണ്. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഒരു വിശ്വാസിയുടെ മനസ്സ് പ്രാർത്ഥന നിർഭരമായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല കാര്യത്തിനും വേണ്ടിയും നാം പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ വിഷയങ്ങളിലും മര്യാദകളുള്ളത് പോലെ തന്നെയാണ് പ്രാർത്ഥനയുടെ വിഷയത്തിലും മര്യാദകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ പണ്ഡിതൻ ഇബ്രാഹിം ബിൻ അബ്ദില്ലാ അൽ മസ്റൂഇ എന്ന് പറയുന്ന ലോകമറിയപ്പെട്ട പണ്ഡിതന്റെ അഹ്കാമു ദുആ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. കാര്യങ്ങൾ യഥാവിധി പറയാനും പറയുന്ന കാര്യങ്ങളിലെ ഗുണപാഠങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ഉലമാക്കളായ ആളുകൾ പ്രാർത്ഥനയുടെ ആദാബുകൾ എണ്ണിയപ്പോൾ, മര്യാദകൾ എണ്ണിയപ്പോൾ 10ഓളം മര്യാദകൾ എണ്ണിയിട്ടുണ്ട്. അതിൽ ഒന്നാമതായിക്കൊണ്ട് ഉലമാക്കളായ ആളുകൾ പറയാണ്, പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ മുൻഗണന കൊടുക്കേണ്ടത് തൗബക്കും ഇസ്തിഗ്ഫാറിനുമായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് നമ്മൾ ചെയ്ത ഹറാമുകളെ, തിന്മകളെ അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടായിരിക്കണം പ്രാർത്ഥനകൾ ആരംഭിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ മര്യാദയായിക്കൊണ്ട് ഉലമാക്കളായ ആളുകൾ സൂചിപ്പിക്കുന്നത്.
വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിന്റെ 52-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. ജനങ്ങളെ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ നടത്തണം, പിന്നെ തൗബ ചെയ്യണം, അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് ഖേദിച്ച് മടങ്ങണം. എങ്കിൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അല്ലാഹു ആകാശത്ത് നിന്ന് മഴ ഇറക്കി തരും. അതേപോലെ തന്നെ അവൻ നിങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകും എന്ന രൂപത്തിലൊക്കെ സൂറത്ത് ഹൂദിന്റെ 52-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന നമ്മുടെ എല്ലാ ആളുകളുടെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായി കൊണ്ട് നമ്മൾ ചെയ്ത തിന്മകളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സ്ഖലിതങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ, തൗബ ചെയ്യാൻ നമുക്ക് കഴിയണം. പണ്ഡിതന്മാർ പറയാണ്, ഒരു പ്രാർത്ഥനയിൽ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. പ്രാർത്ഥനയിൽ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണുള്ളത്. അതിൽ ഒന്നാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, തദറു, അങ്ങേയറ്റത്ത് വിനയം, താഴ്മയുണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിനയത്തോടുകൂടി താഴ്മയോടുകൂടി ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകമായി പറഞ്ഞു ഖുഫിയത്തുൻ, ഗോപ്യമായിട്ടായിരിക്കണം. 4 ആളുകളെ എല്ലാ ആളുകളും കൂടിയിരിക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, ഗോപ്യമായി കൊണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാക്കേണ്ടത്. അതേപോലെ മൂന്നാമത് പറഞ്ഞു റഹബത്തുൻ, പ്രതീക്ഷ ഉണ്ടാകണം. എൻ്റെ റബ്ബ് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും, എനിക്ക് ഉത്തരം ചെയ്യും, ആ ഒരു പ്രതീക്ഷ ഉണ്ടാകണം. അതേപോലെ തന്നെ റഹബത്തുൻ, പേടി ഉണ്ടാകണം. ഈ രൂപത്തിലായിരിക്കണം ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന ഉണ്ടാക്കേണ്ടത്. പ്രാർത്ഥനയിൽ പ്രധാനമായും ഉണ്ടാകേണ്ട 4 ഘടകങ്ങൾ ഈ രൂപത്തിലാണെന്ന് ഉലമാക്കളായ ആളുകൾ പറയണം. ഒന്ന്, അങ്ങേയറ്റത്തെ വിനയം, ഗോപ്യമായിട്ടായിരിക്കണം, പ്രതീക്ഷ ഉണ്ടാകണം, അല്ലാഹുവിൽ പേടിയുണ്ടാകണം. ഈ രൂപത്തിലായിരിക്കണം ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തും ഒരു യാത്രയിലാണ്. അപ്പോൾ സ്വഹാബത്ത് ഉറക്കെ തക്ബീർ വിളിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ വെച്ച് പല ആളുകളും ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീറുകൾ വിളിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇർബഉ അലാ അൻഫുസിക്കും, നിങ്ങൾ ശബ്ദം താഴ്ത്തി നിങ്ങൾ വിളിക്കണം. നിങ്ങൾ ഭയങ്കര ഉറക്കെ, ഭയങ്കര ശബ്ദത്തിൽ, ആ രൂപത്തിലല്ല, ശബ്ദം താഴ്ത്തി നിങ്ങൾ വിളിക്കണം. കാരണം ഇന്നക്കും ലൈസ തദഊന അസമ്മ വലാ ഗായിബ, നിങ്ങൾ വിളിക്കുന്നത് ഒരു പതിരനെയോ ഇവിടെ ഹാജറില്ലാത്തവനെയോ അല്ല നിങ്ങൾ വിളിക്കുന്നത്. നിങ്ങൾ പതുക്കെ പ്രാർത്ഥിച്ചാലും നിങ്ങൾ പതുക്കെ പറഞ്ഞാലും അതെല്ലാം കേൾക്കുന്നൊരു ഉറപ്പുണ്ട്. ഇവിടെ ഹാജറില്ലാത്തവനോടല്ല, ഗായിബായ ഒരു മനുഷ്യനോടല്ല, ഗായിബായ ഒരു സൃഷ്ടാവിനോടല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ ശബ്ദം താഴ്ത്തി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അയാളിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്തിഗ്ഫാറുകൾ ഉണ്ടാകണം, തൗബ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ആ സമൂഹത്തെ അല്ലാഹു പരിപൂർണമായും പൂർണ്ണമായും നശിപ്പിക്കില്ല. 2 കാര്യങ്ങൾ ഉണ്ടായാൽ മതി. 2 കാര്യങ്ങൾ ഒരു ഉമ്മത്തിൽ ഉണ്ടെങ്കിൽ ആ സമൂഹത്തെ ഒന്നടങ്കമായി നശിപ്പിക്കില്ല. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന്, ആ സമൂഹത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ, ഒരു നബി ഉണ്ടെങ്കിൽ അവരെ പരിപൂർണമായും നശിപ്പിക്കില്ല. രണ്ടാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സമൂഹത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ ആ സമൂഹത്തെ പരിപൂർണമായും നശിപ്പിക്കില്ല. അപ്പൊ 2 നിർഭയത്താണ്. ഒന്ന്, ആ സമൂഹത്തിൽ ഒരു ദൂതൻ ഉണ്ടാകുക, ഒരു പ്രവാചകൻ ഉണ്ടാക്കുക എന്നുള്ളത്. 2, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകൾ ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് വന്ന് പറയുന്നുണ്ട്, ജനങ്ങളെ, നമുക്ക് 2 അമ്നുണ്ടായിരുന്നു, 2 നിർഭയത്വം. അതിലൊന്നാമത്തെ നിർഭയത്വം നമ്മൾ ഇന്ന് വിട്ടുപോയി. അഥവാ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി. ഇനിയുള്ള ആകെയുള്ള നിർഭയത്വം എന്താണ്? ഇസ്തിഗ്ഫാറാണ്. അത് മുറുകെ പിടിക്കുക എന്ന് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ അതാണ് ഒന്നാമത്തെ മര്യാദ. രണ്ടാമത്തെ മര്യാദയായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഒരു കാര്യം അത് ലഭിക്കുന്നത് വരെ നിരന്തരമായി ചോദിക്കുക എന്നുള്ളതാണ്. ആവർത്തിച്ച് ചോദിക്കുക. 1 പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു,
3 പ്രാവശ്യം പറഞ്ഞു, എന്നിട്ടും എന്താണ് എൻ്റെ റബ്ബ് എനിക്ക് തരാത്തത് എന്നതല്ല, വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കണം. മഹാനായ ഇമാം ഔസാഇ റഹ്മഹുല്ലാഹ് പറയുന്ന വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്. അദ്ദേഹം പറയാണ്, അഫ്ളലു ദുആഇ അൽ ഇൽഹാഉ അലല്ലാഹി വ തളർറു ഫീഹി. ഏറ്റവും ശ്രേഷ്ഠകരമായ ദുആ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ആവർത്തിച്ച് ചോദിക്കലാണ്. വീണ്ടും വീണ്ടും ചോദിക്കുക. ഞാൻ എത്ര കാലമായി ഒരു വീട് ചോദിക്കുന്നു റബ്ബേ, എത്ര കാലമായി ഞാനൊരു മകനെ ചോദിക്കുന്നു, എനിക്ക് എന്താണ് റബ്ബേ നൽകാത്തത് എന്ന് പറഞ്ഞിട്ട് ആ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടു നിൽക്കല്ല വേണ്ടത്. ഇമാം ഔസാഇ റഹ്മഹുല്ലാഹ് പറയാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദിക്കലാണ്, അതേപോലെ തന്നെ വിനയത്തോടെ പ്രാർത്ഥിക്കലാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സല്ലല്ലാഹു മിൻ ഫളിഹി ഫഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു അൻ യുസ്അല. നിങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അവനോട് ചോദിക്കുക. അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹുവിനോട് ചോദിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ആർക്ക് ഇഷ്ടമാണ്? അല്ലാഹുവിന് ഇഷ്ടമാണ് എന്നുള്ളതാണ്. അല്ലാഹുവിന് ചോദിക്കാതിരിക്കലാണ് വെറുപ്പുള്ളത്. മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നഹു മൻ ലം യസ്അലില്ലാ യഗ്ളബ അലൈഹി. ഒരാൾ അല്ലാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു അവനോട് കോപിക്കും എന്നുള്ളതാണ്. കുറച്ച് 2-3 ദിവസം മുമ്പ് ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ കാര്യങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും ഞാൻ പലപ്പോഴും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അല്ലാഹുവിനെ ചോദിക്കണതാണ് ഇഷ്ടം. നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കണം. ചോദിച്ചിട്ടില്ലെങ്കിൽ അത് അല്ലാഹുവിന്റെ കോപത്തിന് കാരണമാകും എന്നുള്ളതാണ്. അറബിയിൽ വളരെ മനോഹരമായ ഒരു കവിതയുണ്ട്. ആ കവിത എഴുതിയ കവി പറയാണ്, ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജതൻ വസലില്ലദി അബ്വാബുഹു ലാ തുഹ്ജബു അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബുനയ്യ ആദമ ഹീന യുസ്അലു യഗ്ളബു. ആ കവി പറയാണ്, നീ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു ആദം സന്തതി, നീ ആദം സന്തതികളോട് വീണ്ടും വീണ്ടും ചോദിക്കരുത്. കാരണം ആദം സന്തതികളോട് നമ്മൾ ചോദിക്കുമ്പോൾ 1, 2, 3 പ്രാവശ്യം ചോദിക്കുമ്പോൾ അവർ തരും. എന്നാൽ ആ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചാലോ അവർക്ക് വെറുപ്പാണ് ഉണ്ടാകുക. ഉദാഹരണം പറഞ്ഞാല്, ഞാൻ ഒരാളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, അപ്പൊ ഉസ്താദല്ലേ ഇക്കമി എന്നെ എഴുതിയിട്ട് 1ാമത്തെ പ്രാവശ്യം ചിലപ്പോൾ എനിക്ക് തരും. 2ാമത്തെ പ്രാവശ്യം ചോദിച്ചാലോ ചിലപ്പോൾ 2ാമത്തെ പ്രാവശ്യം തരും. 3ാമത്തെ പ്രാവശ്യം ചോദിച്ചാലോ മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിലും ചിലപ്പോൾ 3ാമത്തെ പ്രാവശ്യം തരും. 4ാമത്തെ പ്രാവശ്യം അയാൾ ചിലപ്പോൾ സമ്മതിക്കൂല. എന്നാലേ ആ കവി പറയാണ്, അള്ളാഹുവിന് നീ ചോദിക്കുന്നത് നിർത്തിയാലാണ് നിന്നോട് കോപം, മനുഷ്യന്മാർക്കോ ചോദിച്ചാലാണ് വെറുപ്പുണ്ടാകുക. അതാണ് മനുഷ്യനും റബ്ബും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹുവിനോട് എത്ര ചോദിച്ചാലും അള്ളാഹ് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾക്ക് നൽകാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ മനുഷ്യന്മാരായ ആളുകളാണെങ്കിലോ അവർക്ക് ചോദിക്കുന്നതാണ് വെറുപ്പുണ്ടാകുക. ചിലപ്പോൾ 1, 2 പ്രാവശ്യമൊക്കെ ആദ്യം തരും, പിന്നെ മനസ്സിൽ വെറുപ്പുണ്ടായിട്ടായിരിക്കും പിന്നെ തരിക. 4ാമത്തെ പ്രാവശ്യം പിന്നെ തരൂല്ല. അള്ളാഹ് അങ്ങനല്ല, നിങ്ങൾ ചോദിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു പോയിന്റാണത്. അള്ളാഹുവിനോട് ആവർത്തിച്ച് ആ വസ്തു ലഭിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥനയുടെ മര്യാദയായിക്കൊണ്ടാണ് ഉലമാക്കളായ ആളുകൾ വിശദീകരിച്ചത്. 3ാമത്തെ പ്രാർത്ഥനയുടെ മര്യാദ, ക്ഷാമകാലത്തും ക്ഷേമകാലത്തും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പലപ്പോഴും മനുഷ്യന്മാരായ ആളുകൾ സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹനെ മറക്കും. ഒരു പ്രയാസം വന്നാലോ അപ്പം അള്ളാഹുവിനെ ഓർക്കും. ക്ഷേമകാലത്തും ക്ഷാമകാലത്തും അള്ളാഹുവിനെ ഓർക്കണം. നല്ല സാമ്പത്തികമായിട്ട് ഞെരുക്കോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല, ആരോഗ്യപരമായിട്ട് പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പം അള്ളാഹുവിനെ ഓർക്കൂല, പ്രാർത്ഥനകൾ ഉണ്ടാകൂല, നിസ്കാരം കൃത്യാകൂല, ഖുർആൻ പാരായണം ഉണ്ടാകൂല, ഒന്നും ഉണ്ടാകൂല. എന്നാൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മതി, എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ മതി, അപ്പൊ ആ മനുഷ്യൻ നിരന്തരമായി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിന്റെ 12ാമത്തെ ആയത്തിൽ പറയാണ്, വൈദാ മസ്സൽ ഇൻസാന ദുർറു ദഅാനാ ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമാ. മനുഷ്യന് വല്ല വിപത്ത് ബാധിച്ചാൽ, ഒരു പ്രയാസം ഉണ്ടായാൽ, പത്രകാലം നല്ല നിലക്ക് ജോലി ഇങ്ങനെ പോകുകയായിരുന്നു, പെട്ടെന്ന് ആ ജോലി ഇങ്ങോട്ട് പോയി. അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാമ്പത്തിക സ്ഥിതി നമുക്കുണ്ടായിരുന്നു, പെട്ടെന്ന് ഒരു സാമ്പത്തിക ഞെരുക്കം വന്ന് ഉള്ള സമ്പത്തെല്ലാം പോയി. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രയാസം വരുന്ന സമയത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, ആ മനുഷ്യൻ കടന്നിട്ടും ഇരുന്നിട്ടും നിന്നിട്ടും റബ്ബിനോട് പ്രാർത്ഥിക്കും. കിടന്നും പ്രാർത്ഥിക്കും, ഇരുന്നും പ്രാർത്ഥിക്കും, നിന്നും പ്രാർത്ഥിക്കും. എങ്ങനെയെങ്കിലും ആ ഒരു പ്രയാസത്തിൽ നിന്ന്, ആ ഒരു ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു, അവന്റെ ആ ഒരു വിപത്ത്, ആ ഒരു ഉപദ്രവം അള്ളാഹു മാറ്റിക്കൊടുത്താലോ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്ന രൂപത്തിലായിരിക്കും അവന്റെ രൂപം. എനിക്ക് പരിചയമുള്ള എൻ്റെ നാട്ടിലുള്ള ഒരു സഹോദരനുണ്ട്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് ആ മനുഷ്യനെ വയറു സംബന്ധമായ ഒരു അസുഖം ഉണ്ടായി. എപ്പോഴും വയറുവേദന, ആ മനുഷ്യന്റെ മുഖത്തും കയ്യിലും കാലിലൊക്കെ നീര് വന്നിട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടായി. അതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ കിഡ്നിന്റെ മേൽഭാഗത്ത് ഒരു മുഴ വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞാൽ വേണം, വേറൊരു വഴിയില്ല. ആ മനുഷ്യനെ പിന്നീട് ആ മനുഷ്യന്റെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും തകർന്ന രൂപത്തിലാണ് പിന്നീട് കണ്ടത്. അതോ 5 വഖത്ത് നിസ്കാരത്തിലും കൃത്യമായി കൊണ്ട് പള്ളിയിലുണ്ടാകും. നമുക്ക് സുബൈക്ക് എത്തുന്നതിന് മുമ്പ് നേരത്തെ പള്ളിയിലെത്തി സുബൈന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച് പിന്നെ സുബൈ നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലി സൂര്യൻ ഉദിക്കുന്നത് വരെ കാത്തിരുന്ന് പിന്നീട് പ്രാർത്ഥിച്ചിട്ടായിരിക്കും അയാൾ തിരിച്ചു പോകുക. 5 വഖത്ത് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ആ മനുഷ്യനുണ്ടാകും. എന്നാൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ചില മരുന്നും കാര്യങ്ങളൊക്കെ കുടിച്ചു. പിന്നീട് ടെസ്റ്റ് നടത്തിയപ്പോൾ അൽഹംദുലില്ലാ ആ മുഴ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ ആ മനുഷ്യൻ ഒരു വക്ത് ജമാഅത്തിന് പോലും പള്ളിക്ക് വന്നിട്ടില്ല. മോശമാക്കാൻ വേണ്ടി പറയല്ല, നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സദാസമയം പള്ളിയിലുണ്ടാകും, പ്രാർത്ഥനയോടെ പ്രാർത്ഥനയായിരിക്കും. ആ ഒരു പ്രയാസം മാറ്റി തന്നാലോ പിന്നെ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്ന രൂപത്തിലായിരിക്കും മനുഷ്യന്മാരുടെ നടത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒരു ഉപദേശമുണ്ട്. തഅറഫ് ഇലല്ലാഹ് ഫിർറഖാഇ യഅരിഫുക ഫിശിദ്ദ. നിന്റെ സൗഖ്യകാലത്ത് നീ റബ്ബിനെ ഓർത്താൽ നിന്റെ പ്രയാസകാലത്ത് റബ്ബ് നിന്നെ ഓർക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയായിരുന്നു. പെട്ടെന്ന് ആ ജോലി അങ്ങോട്ട് പോയി. പിന്നെ ആ മനുഷ്യൻ നേരത്തെ എണീക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, കൃത്യമായിട്ട് സുന്നത്തുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിക അധ്യാപനങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അയാളുടെ ജീവിതം. ആ ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നല്ലൊരു ജോലി നൽകിയാലോ പിന്നെ അള്ളാഹനെ മറക്കുകയാണ്, നന്ദി കെട്ട വിഭാഗമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, പ്രാർത്ഥനയുടെ മര്യാദയായിക്കൊണ്ട് ക്ഷാമകാലത്തും ക്ഷേമകാലത്തും നമ്മൾ അല്ലാഹുവിനെ ഓർക്കണമെന്നുള്ളതാണ്. അതാണ് 3ാമത്തെ മര്യാദ. 4ാമത്തെ മര്യാദയായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഹൃദയ സാന്നിധ്യത്തോടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ റബ്ബ് കേൾക്കും, എൻ്റെ റബ്ബ് എനിക്ക് ഉത്തരം ചെയ്യും എന്ന ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയണം. ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ട്, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അങ്ങനല്ല. എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ റബ്ബ് ഉത്തരം നൽകുമെന്ന ഹൃദയ സാന്നിധ്യത്തോടെ ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ദുഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കണം. വഅലമു, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മനുഷ്യരെ നിങ്ങൾ അറിയണം, നിങ്ങൾ അറിയണം, മന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ. അശ്രദ്ധമായ ഹൃദയത്തിന്റെ ഉടമയുടെ പ്രാർത്ഥന അല്ലാഹു ഉത്തരം ചെയ്യൂല. അശ്രദ്ധമായി കൊണ്ടുള്ള പ്രാർത്ഥന നടത്തുന്ന വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം ചെയ്യൂല. ഒരിക്കൽ 2ാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് ഒരാളുടെ അരികിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ ആ മനുഷ്യന് കയ്യിൽ ചരൽക്കല്ലുകളുണ്ട്. ആ ചരൽക്കല്ലുകൾ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ചരൽക്കല്ലുകൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ്. എന്നിട്ട് അയാൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ സൗബ്ബിനി മിനൽ ഹൂറിലൈൻ, അല്ലാഹുവേ ഹൂറിലീങ്ങളെ കല്യാണം കഴിപ്പിച്ചു തരണേ എന്ന് പറയുന്നുണ്ട്. ഈ ചരൽക്കല്ലുകൊണ്ട് ഇങ്ങനെ കളിക്കും ചെയ്യാണ്. അപ്പൊ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് പറയാണ്, ബിഅസൽ ഖാതിമു അൻത, എത്ര മോശമായ പ്രാർത്ഥനക്കാരനാണ് നീ. അലാ അൽഖൈതൽ അസാത വഖലസ്ത ഇലല്ലാഹി അദ്വാ, നീ ആ കല്ല് വലിച്ചെറിയേ എന്നിട്ട് പ്രാർത്ഥനയിൽ ഇഖ്ലാസുള്ള ആളാണ്. എത്ര മോശമുള്ള പ്രാർത്ഥനക്കാരനാണ് നീ. കാരണം നീ പ്രാർത്ഥിക്കണം, നിനക്ക് ഇഖ്ലാസ് ഇല്ല, ഹൃദയ സാന്നിധ്യത്തോടല്ല. നീ എന്തോ മനുഷ്യൻ നാവിലൂടെ അങ്ങനെ വരുന്നൊരു യാന്ത്രികമായി വരുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, നിന്റെ മനസ്സ് തട്ടിയിട്ടില്ല, നിന്റെ ഹൃദയത്തെ തട്ടിയിട്ടല്ല നീ പറയുന്നത്. അതുകൊണ്ട് ആ കല്ല് നീ വലിച്ചെറിയേ എന്നിട്ട് ഹൃദയ സാന്നിധ്യത്തോടു കൂടി നീ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും നമ്മളൊക്കെ പ്രാർത്ഥന നടത്തുന്ന ആളുകളാണ്.
ആ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് സ്വാഭാവികമാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും മൊബൈൽ ഉണ്ടാകും. ആ മൊബൈലിൽ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ, ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ നമ്മുടെ ശ്രദ്ധ മാറുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും, ആ സ്ക്രീൻ ഓപ്പൺ ആക്കിയിട്ട് ആ മെസ്സേജുകൾ നോക്കുന്നുണ്ടാകും. എന്ത് ഖിലാസാണ് അതിലുള്ളത്? നമ്മളെപ്പോഴും ആലോചിക്കണം. പ്രാർത്ഥന എന്താണ് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാത്തതെന്ന് പറയുക മാത്രമല്ല, ആ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള മര്യാദകൾ നമ്മളിലുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയാണ് വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നോക്കുമ്പോൾ കാണാൻ കഴിയും, ഹൃദയ സാന്നിധ്യത്തോടെ അങ്ങേയറ്റം ഭയഭക്തിയോട് കൂടിയിട്ടായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്. ഹദീസിൽ കാണാൻ കഴിയും, വറഫഅ യദൈഹി, അല്ലാഹുവിന്റെ റസൂൽ കൈകൾ ഉയർത്തും എന്നിട്ട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് ഉമ്മത്തി ഉമ്മത്തി സുമ്മ ബകാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവേ എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത്. എന്നാൽ ആ ഉമ്മത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണെന്ന് കണ്ണീര് വന്നിട്ടുണ്ട്. പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും ദുനിയാവിന്റെ വിഷയത്തിൽ പലപ്പോഴും നമ്മൾ കരഞ്ഞിട്ടുണ്ട്, പല രൂപത്തിലും നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാര്യനെ പ്രസവത്തിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിലേക്ക് കയറ്റി, ആ മുമ്പിൽ ഇങ്ങനെ ലേബർ റൂമിന്റെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കുറേ സമയത്തിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് നമ്മളോട് പറയാണ്, ഒന്നല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ കുട്ടി ആരെങ്കിലും ഒരാളെ കിട്ടുള്ളൂ, ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം നോക്കുന്നുണ്ട്, ബാക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാലേ ആ ലേബർ റൂമിന്റെ മുമ്പിൽ നിർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ കണ്ണും കൽബും നിറഞ്ഞ് നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥന. പെട്ടെന്ന് വാപ്പാന്റെ ഒരു ദിവസം നോക്കുന്ന സമയത്ത് വാപ്പാന്റെ കഴുത്തിന്റെ ഭാഗത്ത് ഒരു മുഴ ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറിന്റെ അടുത്ത് പോയി കാണിച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞു, ക്യാൻസറിന്റെ എന്തോ ഒരു തുടക്കം ഉള്ളതുപോലെ തോന്നുന്നുണ്ട്, നമുക്ക് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മളോട് പോകാൻ പറഞ്ഞു. അതിന് വേണ്ട ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി ആ റിപ്പോർട്ട് വാങ്ങുന്നതിന് മുമ്പ് ആ ഓഫീസിന്റെ മുമ്പിൽ നിർത്തി നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് നാട്ടിലേക്ക് പോയപ്പോൾ ഞാനും വാപ്പയും ഉമ്മയും പെങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് പെങ്ങൾ 1.5 വയസ്സായിട്ടുള്ള കുട്ടി ബോധം കെട്ട് പോകുന്നു, അപസ്മാരം ഇറങ്ങിയിട്ടുണ്ട്. 1.5 വയസ്സായിട്ടുള്ളൂ. ശ്വാസം കിട്ടാത്ത കുട്ടി പെടയാണ്. പെട്ടെന്ന് തൊട്ടപ്പുറത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ഡോക്ടർ പറഞ്ഞു കുറച്ച് സീരിയസ് ആണ്, കാരണം വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ കൂടുതൽ വരാൻ പാടില്ല. അപ്പോൾ തലയ്ക്ക് ചില ടെസ്റ്റുകൾ നടത്തണമെന്ന് പറഞ്ഞ് ആ സ്കാനിങ് റൂമിൻ്റെ മുമ്പിലേക്ക് ഞാൻ എൻ്റെ കയ്യിലുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന സമയത്ത് ആ കുട്ടി എൻ്റെ കയ്യിൽ കടന്നിട്ട് എന്ത് ചെയ്യാണ്, ശ്വാസം കിട്ടാത്ത പെടയാണ്. പെട്ടെന്ന് പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാനിപ്പോൾ ആലോചിക്കുന്നത്, സൈറൻ ഇട്ട ആംബുലൻസിൻ്റെ മുന്നിലെ സീറ്റിൽ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാൻ നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞ് പ്രാർത്ഥിച്ചതൊരു അങ്ങനെയായിരിക്കും. അതേപോലെ തന്നെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകും. എന്നാൽ നമ്മുടെ പരലോകത്തെ വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും അറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ എന്നെ മുസ്ലിമായി മരിപ്പിക്കണ റബ്ബേ, എൻ്റെ ഹിദായത്തിൽ നിന്ന് തട്ടിയെടുക്കല റബ്ബേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി നമ്മുടെ കണ്ണും കൽബും നിറഞ്ഞ് ഒരു പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിലാണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് ഹൃദയ സാന്നിധ്യത്തോടെ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുമെന്ന ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 5ാമത്തെ മര്യാദ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വുദൂ ചെയ്യുക എന്നുള്ളതാണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ഫാത്തിമ ബീവിന്റെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിന്റെയും കല്യാണം കഴിഞ്ഞു. അവർ രാത്രി അന്ന് വീട് കൂടാൻ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വന്നിട്ട് നിങ്ങൾ പോയാൽ മതി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് പോയി വുദൂ ചെയ്ത് തിരിച്ചു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ബാരിക് ഫീഹിമ വബാരിക് അലൈഹിമ വബാരിക് ലഹുമാ ഫീ നസ്ലികുമാ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ നീ ഇവർക്ക് ബർക്കത്ത് ചൊരിയണേ, ഇവർക്ക് 2 പേർക്കും അനുഗ്രഹങ്ങൾ നൽകണേ, ഇവരിൽ ഉണ്ടാകുന്ന മക്കൾക്കും നീ ബർക്കത്ത് ചൊരിയണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കാണ്, ആ പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് എന്ത് ചെയ്തു? വുദൂ ചെയ്തു. ആ പ്രാർത്ഥനന്റെ മര്യാദയാണ്. എന്ത് ചെയ്യണം? വുദൂ ചെയ്യണം, ശുദ്ധിയാകണം എന്നുള്ളത് പ്രാർത്ഥനന്റെ മര്യാദയാണ്. ഒരു സ്വഹാബി മുഹാജിർ ഇബ്നു കുൻഫുദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂത്രമൊഴിക്കുന്ന സമയത്ത് വന്നിട്ട് സലാം പറഞ്ഞു. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കിയില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, എന്നിട്ട് വുദൂ ചെയ്തിട്ട് അദ്ദേഹത്തിന് സലാം അടക്കി. എന്നിട്ട് പറയാണ്, ഇന്നി കരിഹ്തു അൻ അദ്കുറല്ലാഹ തആല ഇല്ലാ അലാ തുഹ്രിൻ, ശുദ്ധിയില്ലാതെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ സലാം പറഞ്ഞപ്പോൾ സലാം അടക്കാതിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്.
ഒരാൾ സലാം അടക്കാൻ ഉദു നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ അള്ളാഹിന്റെ നാമം പറയുമ്പോൾ പോലും ഉദു എടുത്തിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല വിഷയങ്ങളും പറയുമ്പോൾ ഉദു ചെയ്യാതെ ഈ രൂപത്തിലുള്ള മര്യാദകളൊന്നും പാലിക്കാതെയാണ് പ്രാർത്ഥിക്കണതെങ്കിൽ ആ പ്രാർത്ഥനയിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് തിരുത്താൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് 5ാമത്തെ മര്യാദ. 6ാമത്തെ മര്യാദ കിബിലക്ക് നേരെ തിരിയുക എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ലമ്മാ കാന യൗമു ബദരി, ബദർ യുദ്ധത്തിന്റെ ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളിലേക്ക് നോക്കി. അവർ 300 ചില്ലാനം വരുന്ന ആളുകളാണ് സ്വഹാബത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് പ്രവാചകൻ മക്കയിലെ മുശ്രിക്കീങ്ങളിലേക്ക് നോക്കി. 1000 ചില്ലാനം വരുന്ന വലിയൊരു സൈന്യം ശത്രുക്കളായി കൊണ്ട് മറുഭാഗത്തുണ്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫസ്തഖ്ബല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖിബ്ല, പ്രവാചകൻ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ്, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅതനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് നീ പൂർത്തീകരിക്കണം, എനിക്ക് വിജയം നൽകണേ. അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാം ഫലാ തുഅബദു ഫിൽ അർദി അബദാ. അല്ലാഹുവേ ഈ ഒരു ചെറു സംഘത്തെ, ഈ ഒരു കൊച്ചു സംഘത്തെ നീ എങ്ങാനും നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കുന്ന ആളുകൾ ഭൂമിയിൽ ഉണ്ടാകില്ല റബ്ബേ. അതുകൊണ്ട് നീ എനിക്ക് തന്ന വാഗ്ദാനാണ് സംരക്ഷിക്കാൻ, വിജയം നൽകുക എന്നുള്ളത്. അതുകൊണ്ട് അത് നൽകണ റബ്ബേ എന്ന് പറഞ്ഞ് നമ്മുടെ വിഷയം ഏതാണ്? കിബിലയിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വുദൂ ചെയ്യണം, കിബിലക്ക് നേരെ തിരിയണം. 7ാമത്തെ മര്യാദ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കൈകൾ ഉയർത്തുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചൊരു ഹദീസാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ഇന്ന റബ്ബക്കും ഹയ്യിൻ കരീം യസ്തഹി മിൻ അബ്ദിഹി അൻ യർഫഅ ഇലൈഹി യദൈഹി ഫയറുദ്ദഹുമാ സിഫ്റാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ റബ്ബ് ലജ്ജയുള്ളവനാണ്, മാന്യനാണ്. നിങ്ങൾ ഒരു അടിമ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി ഒരു കാര്യം ചോദിച്ചിട്ട് അവർക്കൊന്നും നൽകാതെ അവരെ തിരിച്ചു മടക്കുക എന്നുള്ളത് അള്ളാഹു ആ വിഷയത്തിൽ ലജ്ജിക്കുന്നുണ്ട്. ഒരാൾ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് ഒരു കാര്യം റബ്ബിനോട് ചോദിച്ചാൽ ആ മനുഷ്യന് ആ കാര്യം തിരിച്ചു നൽകാതെ അയാളെ മടക്കുക എന്നുള്ളത് ആ വിഷയത്തിൽ അള്ളാഹു ലജ്ജിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് കിട്ടുന്ന പാഠാണ്, പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? കൈകൾ ഉയർത്തണം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹു ബിബുതൂനി അഖുഫിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈപ്പള്ളകൾ മുമ്പിൽ വെച്ചിട്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അഥവാ കൈയിന്റെ വെള്ളഭാഗല്ലേ, അത് കൈ ഉയർത്തിക്കൊണ്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ആ ഹദീസിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാ തസ്അലു ബിദുഹൂരിഹാ, കൈയിന്റെ പുറം ഭാഗം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? കൈകൾ ഉയർത്തി കൈയിന്റെ കൈപ്പള്ള മുമ്പിലേക്ക് വരുന്ന രൂപത്തിൽ, കൈയിന്റെ വെള്ളഭാഗം മുമ്പിലേക്ക് വരുന്ന രൂപത്തിൽ കൈകൾ ഉയർത്തിയായിട്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഉലമാക്കൾ വിശദീകരിക്കാണ് എത്ര വരെ കൈ ഉയർത്താൻ പറ്റും. 3 രൂപത്തിലൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു നമ്മുടെ നെഞ്ചിന് നേരെ കൈ ഉയർത്താം, ചില ആളുകൾ പറഞ്ഞു മുഖത്തിന് നേരെ കൈ ഉയർത്താം. അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞു കൈകൾ ഉയർത്തിയിട്ടും തലയ്ക്ക് മീതേക്കും കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ ബദറിന്റെ തലേ ദിവസം കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി സ്വഹാബത്ത് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കക്ഷത്തിന്റെ വെളുപ്പ് കാണുമാറ് കൈകൾ ആകാശത്തേക്ക് ഉയർത്തി. തോളിലുണ്ടായിരുന്ന തട്ടം നിലത്തേക്ക് വീഴുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിന് കൂട്ടിട്ട് കൊടുക്കും. അങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ നെഞ്ചിന് നേരെയും കൈകൾ ഉയർത്താം, മുഖത്തിന് നേരെയും കൈകൾ ഉയർത്താം, തലക്ക് മീതെയും കൈകൾ ഉയർത്താം എന്നുള്ളത് ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്? വുദൂ ചെയ്യണം, കിബിലക്ക് നേരെ തിരിയണം, കൈകൾ ഉയർത്തണം. 8ാമത്തെ മര്യാദയായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനെ ഹംദ് ചെയ്യുക, സ്തുതിക്കുക, നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക. അള്ളാഹുവിനെ ഹംദ് ചെയ്ത് സനാഅ് നടത്തി അള്ളാഹിന്റെ റസൂലിന്റെ മേലിൽ സ്വലാത്തും പറഞ്ഞിട്ടായിരിക്കണം പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. കൈകൾ ഉയർത്തി കിബിലക്ക് നേരെ തിരിഞ്ഞു വുദൂ ചെയ്തു, അപ്പൊ എന്റെ കാര്യം ശരിയാക്കണേ എന്നുള്ളതല്ല. അള്ളാഹുവിനെ പുകഴ്ത്തണം, അള്ളാഹുവിനെ സ്തുതിക്കണം. നമുക്ക് എല്ലാ ആളുകൾക്കും മനപ്പാടുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തിന് മറ്റൊരു പേരുണ്ട്, സൂറത്തു ദുആ എന്നുള്ള പേരും കാണാൻ കഴിയും. ആ സൂറത്തിനൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ് പ്രാർത്ഥന? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അതൊരു പ്രാർത്ഥനയാണ്. പക്ഷേ
അള്ളാഹു സൂറത്ത് നമ്മളെ പഠിപ്പിച്ചപ്പോൾ ആദ്യം പഠിപ്പിച്ചത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ചൊല്ലാനാണോ? അല്ല. ആദ്യം പറഞ്ഞത് എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ്. അള്ളാഹുവിനെ ഹംദ് നടത്തി, അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്. പിന്നീട് അർ റഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇതൊക്കെ നടത്തിയിട്ടാണ് പിന്നെ എന്ത് പറയുന്നത്? പിന്നെ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നാം പറയുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഹംദ് നടത്തണം, അള്ളാഹുവിനെ പുകഴ്ത്തണം. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണം. ഒരു സ്വഹാബി പ്രാർത്ഥിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്തൊന്നും ചൊല്ലണില്ല. ആ രൂപത്തിൽ പ്രാർത്ഥന ഇങ്ങനെ ആരംഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയബ്ദഉ ബിതഹ്മീദില്ലാഹി വസനാഹി അലൈഹി സുമ്മ ലയുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ആദ്യം അള്ളാഹുവിനെ ഹംദ് ചെയ്യണം, സ്തുതിക്കണം. പിന്നെ അള്ളാഹുവിനെ സനാ നടത്തണം, പുകഴ്ത്തണം. പിന്നെ അള്ളാഹിന്റെ റസൂലിന്റെ മേലിൽ നീ സ്വലാത്ത് ചൊല്ലണം. പിന്നെ നിനക്ക് ആവശ്യമുള്ള വിഷയം നീ ചോദിക്കുക. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, കുല്ലു ദുആഇൻ മഹ്ജൂബുൻ ഹത്താ യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത എല്ലാ പ്രാർത്ഥനയും തടയപ്പെടും. അള്ളാഹിന്റെ റസൂലിന്റെ മേലിൽ പ്രാർത്ഥന ചൊല്ലാതെ നടത്തുന്ന എല്ലാ പ്രാർത്ഥനയും അത് തടയപ്പെടും. അപ്പോൾ ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നെങ്കിലും പറയണം. ഇബ്രാഹിം സ്വലാത്താണ് അതിന്റെ പൂർണ്ണം. എന്നാൽ നമുക്ക് അതിന് സമയമില്ല, പെട്ടെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടായിരിക്കണം പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. അതാണ് 8ാമത്തെ മര്യാദ. 9ാമത്തെ മര്യാദ, പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ അനുഗ്രഹങ്ങൾ എടുത്തു പറയാം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാണ് അള്ളാഹുവിനോട് നമ്മുടെ ജോലി ആവശ്യാർത്ഥം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, യാ റസ്സാഖായവനെ എനിക്ക് ഉപജീവനം നൽകണേ, എനിക്ക് നല്ല ഭക്ഷണം നൽകണേ. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനാണെങ്കിൽ യാ ഗഫൂറായവനെ, ഗഫാറായവനെ, കരുണ ചെയ്യാനാണെങ്കിൽ റഹീമായവനെ, റഹ്മാനായവനെ, ദയ കാണിക്കാനാണെങ്കിൽ റഊഫായവനെ എന്ന അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിന്റെ 180ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് ഏറ്റവും മനോഹരമായ നാമങ്ങളുണ്ട്, ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ അള്ളാഹുവിനാണുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എടുത്തു പറയാം. മുഹമ്മദ് ബിൻ മുബാറക് എന്ന് പറയുന്ന ഒരു താബീഈ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ മരുഭൂമിയിലൂടെ യാത്ര പോവുകയാണ്. ഒറ്റക്കാണ് യാത്ര. ആരാരുമില്ലാത്ത മരുഭൂമിയിലെത്തിയപ്പോൾ ഒരു ചെറിയൊരു മൺകൂന കണ്ടു, കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു മൺകൂന. ആ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഒരു പ്രാർത്ഥന കേൾക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ആൾ അദ്ദേഹം കാണുന്നില്ല, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. എന്താ പ്രാർത്ഥന? ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ, അല്ലാഹുവേ നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബേ നീ എനിക്ക് നൽകിയിട്ടുണ്ട്, റബ്ബേ എനിക്ക് അതിനൊന്നും തിരിച്ചു നന്ദി കാണിക്കാൻ കഴിയണില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി പറയാണ്, എനിക്ക് ഭയങ്കര അത്ഭുതം, ഈ മനുഷ്യന് ഇത്രത്തോളം ലഭിച്ച അനുഗ്രഹങ്ങൾ എന്താണ്, നിഅമത്ത് എന്താണ് എന്നറിയാൻ വേണ്ടി ആ മൺകൂനക്കപ്പുറം ഞാൻ അനുവാദം ചോദിച്ചു. അയാൾ അനുവാദം നിന്നപ്പോൾ ഞാൻ അവിടേക്ക് കയറി. ഞാൻ കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? 2 കയ്യുമില്ല, 2 കാലുമില്ല. അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നുണ്ട്. ആ മനുഷ്യനാണ് പ്രാർത്ഥിക്കണം, അല്ലാഹുവേ നീ എനിക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നീ എനിക്ക് നൽകി റബ്ബേ, പക്ഷെ എനിക്ക് അതിന് നന്ദി കാണിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ മുഹമ്മദ് ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി ചോദിക്കാണ്, സാധാരണ മനുഷ്യന്മാർക്ക് ലഭിക്കുന്ന 2 കൈയും 2 കാലും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, പിന്നെ എത്രത്തോളം വലിയ നന്മ എന്താ നിങ്ങൾക്കുള്ളത്? അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് കാണാൻ എൻ്റെ റബ്ബ് കണ്ണ് നൽകിയിട്ടുണ്ട്, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ എൻ്റെ റബ്ബ് എനിക്ക് ചെവി നൽകിയിട്ടുണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ ഒരു നാവും എൻ്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട്, അതെന്നെ മതി. സുബ്ഹാനല്ലാഹ്. നമ്മളെപ്പോലെ കയ്യും കാലും ഒന്നും ഇല്ലാത്ത മനുഷ്യനാണ്, പക്ഷെ കാണാൻ കണ്ണും കേൾക്കാൻ ചെവിയും സംസാരിക്കാൻ നാവും, അതെന്നെ വലിയ അനുഗ്രഹമാണ് എന്നുള്ളതാണ്. ഒരു അനുഗ്രഹം നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വില നമ്മൾ അറിയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി, അതേപോലെ തന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുക. അവസാനത്തെ പോയിന്റ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേക സമയങ്ങളിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുക. അതിലൊന്നാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പ്രാർത്ഥിക്കുക. അവസാനത്തെ 3-1 ആ സമയത്ത് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. എന്നാണ് ആ സമയത്തിന്റെ പ്രത്യേകത? യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ലു ലൈലത്തിൻ ഇല സമാഇ തുംന ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ.
രാത്രിയുടെ അവസാന യാമങ്ങളിൽ എത്തുമ്പോൾ ഒന്നാം ആകാശത്തേക്ക് റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു തആല ഇറങ്ങി വരും. എന്നാൽ അല്ലാഹു പറയാണ് മയ്യദഊനി ഫഅസ്തജീബ ലഹു. ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഉത്തരം ചെയ്യാം. മയ്യസ്അലുനി ഫഅഉതിയഹു. ആരാണ് എന്നോട് ചോദിക്കുന്നത്, ഞാൻ അവന് നൽകാം. മയ്യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു. ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നത്, ഞാൻ അവന് പാപമോചനം നൽകാം. അപ്പൊ രാത്രിയുടെ അവസാന യാമങ്ങളിൽ ഒരു മനുഷ്യൻ എണീറ്റ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറെ ഗുണകരമാണ് എന്നുള്ളതാണ് ഉലമാക്കളായ ആളുകൾ വിശദീകരിച്ചത്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒന്നാമത്തെ സമയം രാത്രിയുടെ അവസാന സമയം. രണ്ടാമതായിട്ട് പറഞ്ഞു ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഉത്തരം കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാണ് സുജൂദിൽ കിടക്കുമ്പോൾ, നമസ്കാരത്തിൽ സുജൂദിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ നടത്തിയാൽ ആ പ്രാർത്ഥനയ്ക്കും പ്രത്യേക സ്വീകാര്യത ഉണ്ട്. അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. ഒരു അടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം ഏതാ? സുജൂദിലാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കുക. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ സുജൂദ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കോഴി വറ്റി കൊട്ടുന്നത് പോലെയാണ്. നമ്മളൊന്നും പ്രാർത്ഥിക്കണില്ല. സ്വന്തത്തോട് ആലോചിക്കുക, ജീവിതത്തെ ക്രമീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കാണ് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം, തശഹുദിന് ശേഷം, സലാമിന് മുമ്പായി കൊണ്ടുള്ള സമയം. ആ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? നമസ്കാരങ്ങളിൽ തശഹുദിന് ശേഷം, സലാമിന് മുമ്പായി കൊണ്ടുള്ള സമയങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാൾ പ്രാർത്ഥിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. എന്താ പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹു അൽ അഹദു അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലി ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം എന്നാണ് അയാൾ പ്രാർത്ഥിച്ചത്. അപ്പൊ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ആര് കേട്ടു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഖദ് ഗഫിറ ലഹു ഖദ് ഗഫിറ ലഹു ഖദ് ഗഫിറ ലഹു. അയാൾക്ക് പുറത്ത് കിട്ടിയിട്ടുണ്ട്, അയാൾക്ക് പുറത്ത് കിട്ടിയിട്ടുണ്ട്, അയാൾക്ക് പുറത്ത് കിട്ടും. 3 പ്രാവശ്യമാണ് പറയുന്നത്. 3 പ്രാവശ്യം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ തശഹുദിന് ശേഷം സലാമിന് മുമ്പായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനക്കും പ്രത്യേക സ്വീകാര്യതയുണ്ട് എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതേപോലെ അഞ്ചാമത്തത് 3 വിഭാഗം ആളുകൾക്കും പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സ്വീകാര്യതയുണ്ട്. ഏതാണ് 3 വിഭാഗം? സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന. 3 ആളുകൾ നടത്തുന്ന പ്രാർത്ഥന എന്തായാലും ഉത്തരം ചെയ്യും, അതിലൊരു സംശയമില്ല, അതിൽ യാതൊരു ശക്കുമില്ല. 3 വിഭാഗം ആളുകൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സ്വീകാര്യതയുണ്ട്. ആരാണ്? ഒന്നാമത്തെ വിഭാഗം ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ട ആൾ പ്രാർത്ഥിക്കുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അറേബ്യയിൽ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ ആ അടിമ സ്ത്രീ ജോലി ചെയ്യുന്ന വീട്ടിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് അരപ്പട്ട ധരിച്ചിരുന്നു. ഒരു ദിവസം ആ അരപ്പട്ട നഷ്ടമായി. അറേബ്യൻ ഭൂമിയിലെ ഒരു വീട്ടിൽ ഒരു അടിമ സ്ത്രീ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ്. അപ്പൊ ആ വീട്ടിലെ കുട്ടി അരപ്പട്ട ധരിച്ചിട്ടുണ്ട്. അപ്പൊ അരപ്പട്ട എന്ന് പറഞ്ഞാൽ സ്വർണ്ണ മാംസത്തിന്റെ കളറിൽ തോലിനാലുള്ള പട്ട സ്വർണ്ണാങ്കിതായിരിക്കും. അഥവാ മാംസത്തിന്റെ കളറാണ്, അതേപോലെ തന്നെ അതില് തോലിന്റെ പട്ടയാണ്, അതിൽ സ്വർണ്ണമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പട്ട ആ കുട്ടിനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം അത് കാണാനില്ല. അപ്പൊ വീട്ടിലുള്ള ആളുകൾ എന്ത് ചെയ്തു? ഈ അടിമ സ്ത്രീയെ സംശയിച്ചു. ആ സ്ത്രീയോട് ചോദിച്ചു, അവളെ ചോദ്യം ചെയ്തു. ആ സ്ത്രീ പറയാനില്ല, ഞാൻ എടുത്തിട്ടില്ല. വീണ്ടും വീണ്ടും പറഞ്ഞു. അവസാനം അവരത് കേൾക്കാതെ ഈ സ്ത്രീയുടെ സൂക്ഷ്മ ഭാഗങ്ങളിൽ പോലും, സൂക്ഷ്മ അവയവങ്ങളിൽ പോലും അവർ പരിശോധിച്ചു. ആ സ്ത്രീ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എന്റെ നിരപരാധിത്വം നീ തെളിയിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോ ആകാശത്ത് നിന്ന് ഒരു പരുന്ത് വന്ന് ആ അരപ്പട്ട താഴേക്ക് ഇട്ടു എന്നുള്ളതാണ്. അഥവാ ഈ പരുന്ത് കടിച്ചോണ്ടേതാ? പരുന്തിന്റെ ധാരണ എന്താണ്? മാംസമാണ്, മാംസത്തിന്റെ കളറാണ്, അതേപോലെ തന്നെ തോലിനാനുള്ള പട്ടയാണ്. അപ്പൊ ഇത് മാംസമാണെന്ന് കരുതി ഇത് കടിച്ചോണ്ട് പോയതാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പരുന്ത് കൊണ്ടുവന്ന് അത് താഴേക്ക് ഇട്ടു. അപ്പൊ അതിട്ട സമയത്ത് ആ സ്ത്രീ പറയാണ്, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യില്ല. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഞാനല്ല എടുത്തത്, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, നിങ്ങളത് കേട്ടില്ല. ഇനി എനിക്ക് എൻ്റെ മോചനം നിങ്ങൾ നൽകണം, ഇനി മുതൽ ഞാൻ സ്വതന്ത്രയാണ് എന്ന രൂപത്തിൽ ആ സ്ത്രീ പറയുകയും അവർ ആ സ്ത്രീയെ മോചിപ്പിച്ചു. എന്നിട്ട് ഈ സ്ത്രീ നേരെ പോകുന്നത് മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് താമസിക്കാൻ മദീന പള്ളിയോട് ചേർന്ന് ഒരു ടെന്റ് നിർമ്മിച്ചു കൊടുത്തു.
അഥവാ ആയിഷ ബീബിന്റെ അയൽവാസിയായിരുന്നു ഈ സ്ത്രീ. അപ്പൊ ഈ സ്ത്രീ ഇടക്കിടക്ക് പറയുന്ന ഒരു വാക്കാണ് വയൗമൽ വിശാഇ മിൻ ആജിബി റബ്ബിനാ. ആ വിശാഇന്റെ ദിവസം അഥവാ ആ നഷ്ടപ്പെട്ട ദിവസമല്ലേ, ആ ദിവസം എൻ്റെ റബ്ബിന്റെ മഹാത്ഭുതങ്ങൾ പ്രകടമായി, ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേക്ക് എൻ്റെ റബ്ബ് എനിക്ക് അതിന് ഉത്തരം നൽകി എന്ന് ഇടക്കിടക്ക് പറയാറുണ്ട്. അപ്പൊ ആയിഷ ബീബി ചോദിക്കാണ് എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം. അപ്പോഴാണ് അവർ ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടുന്ന പാഠം എന്താണ്? മദ്ലൂമിന്റെ പ്രാർത്ഥന. നമ്മൾ ഒരാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അന്യായമായിക്കൊണ്ട്, അത് ഏത് മേഖലയിലായിക്കോട്ടെ, സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ഏത് രൂപത്തിലാകട്ടെ, നമ്മൾ ഒരാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നമുക്കെതിരെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ ഒരു പ്രാർത്ഥന തീർച്ചയായും സ്വീകരിക്കുമെന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വദഅവതുൽ വാലിദി ലിവൽദിഹി. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. നമുക്കൊക്കെ അറിയുന്ന മക്കയിലെ ഹറമിൽ ഇമാം അബ്ദുറഹ്മാൻ അസുദൈസി ഹഫിദുല്ലാഹ്, അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു അനുഭവം അദ്ദേഹത്തിന്റെ കിതാബിന്റെ മുഖദ്ദിമയിൽ ആമുഖത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ചെറുപ്പ കാലഘട്ടത്തിൽ ഞാൻ വല്ലാത്ത വികൃതിയായിരുന്നു സുദൈസി റഹ്മത്തുള്ളാഹ്. അപ്പോൾ കുട്ടികൾക്കുള്ള എല്ലാ കുരുത്തക്കേടും എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ ഒരു ദിവസം കുടുംബക്കാരായ ആളുകളൊക്കെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു. വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പുറത്തു പോയി മണ്ണ് വാരി ഈ ഭക്ഷണത്തിലൊക്കെ കൊണ്ടുവന്നിട്ടു. ആലോചിച്ച് നോക്കിയും എൻ്റെ സംസാരം കേൾക്കുന്ന ഞാനൊരു വാപ്പയാണ്, അതേപോലെ തന്നെ സംസാരം കേൾക്കുന്ന ഭൂരിഭാഗം ആളുകളും രക്ഷിതാക്കളായ ആളുകളാണ്. നമ്മുടെ കുടുംബക്കാരെല്ലാ ആളുകളും നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ മക്കളിൽ നിന്ന് ഈ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടായാൽ നമ്മളെന്താ ചെയ്യുക? എന്നാൽ അബ്ദുറഹ്മാൻ അസുദൈസി ഹഫിദുള്ളയുടെ ഉമ്മ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എൻ്റെ മകനെ ഹറമിലെ ഇമാമാക്കണ റബ്ബേ. ഇന്ന് ഹറമിലെ ഇമാമ എന്നുള്ള രൂപത്തിൽ മാത്രമല്ല, ഇരു ഹറമുകളുടെയും ഇമാമുമാരുടെ അമീർ എന്ന സ്ഥാനം ആർക്കുണ്ട്? അബ്ദുറഹ്മാൻ അസുദൈസി ഹഫിദുള്ളക്കുണ്ട്. അപ്പൊ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന സ്വീകാര്യത ഉണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ജനിക്കുന്ന സമയത്ത് അന്ധനാണ്, കണ്ണിന് കാഴ്ചയില്ല. അദ്ദേഹത്തിന് കാഴ്ച ലഭിക്കുന്നത് 7ാമത്തെ വയസ്സിലാണ്. ഉമ്മാന്റെ നിരന്തരമായ പ്രാർത്ഥന. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾ പറയാണ്, അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച ലഭിക്കാനുള്ള കാരണം ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. ഉമ്മാന്റെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം സ്വീകാര്യതയുണ്ട്. മൂന്നാമത് പറഞ്ഞു ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. ഇപ്പോ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, യാത്രക്കാരന്റെ പ്രാർത്ഥന, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനകളിലൊക്കെ എന്തുണ്ട്? അള്ളാഹു പ്രത്യേകം ഉത്തരം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനന്റെ മര്യാദകളാണ് നാം വിശദീകരിച്ചത്. ഇതിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഈ പ്രാർത്ഥനയിൽ എവിടെയും, ഈ പറഞ്ഞ പ്രാർത്ഥനയുടെ മര്യാദകളിൽ എവിടെയും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ ഒരു പണ്ഡിതൻ പോലും പറഞ്ഞത് കണ്ടിട്ടില്ല. നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ, അമ്പിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരോട് തേടാൻ, അവരുടെ സഹായം തേടാൻ ഒരാളും പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിനോട് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബി, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അള്ളാഹു യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാകണം. ഏത് പ്രയാസം വന്നാലും, ഏത് ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് ഉയർത്തി തേടാനുള്ളത് റഹ്മാനും റഹീമുമായ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ നമ്മൾ എന്ത് ചെയ്യരുത്? പിശുക്ക് കാണിക്കരുത്. ആ പ്രാർത്ഥനയിൽ നമ്മൾ ചതി കാണിക്കാൻ പാടില്ല. മറ്റുള്ള മുൻഗാമികളെ മുൻനിർത്തിക്കൊണ്ട് അവർക്കൊക്കെ ശ്രേഷ്ഠത ഉണ്ടല്ല എന്നുള്ളതല്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. വീഴാൻ പോകുമ്പോഴേക്ക് വിളിക്കാണ് ബദരീങ്ങളെ, മമ്പറന്തങ്ങളെ, ഒരു വിഭാഗത്തിൽ കളിയാക്കാനല്ല, ഒരാളെ മോശാക്കാനല്ല. പക്ഷെ അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. മക്കളുടെ അസുഖം വരുമ്പോൾ പ്രാർത്ഥിക്കാണ്, ബദരീങ്ങളെ എൻ്റെ കുട്ടിൻ്റെ അസുഖം മാറ്റിത്തരണേ. ബദരീങ്ങളുടെ നേതാവായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളാണ്. 7 മക്കളിൽ 6 മക്കളും മരിക്കുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോഴാണ്. ബദരീങ്ങൾക്ക് മക്കളുടെ അസുഖം മാറ്റാൻ കഴിയുമായിരുന്നെങ്കിൽ അള്ളാഹിന്റെ റസൂലിന്റെ മക്കളുടെ അസുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മാറ്റണ്ടേ? അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺകുട്ടികളിൽ അവസാനം മരിക്കുന്നത് ഇബ്രാഹിം എന്ന് പറയുന്ന ആൺകുട്ടിയാണ്. ഉമ്മ ബുർദ ബിൻത് മുൻദിർ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് ആ കുട്ടി വളർന്നത്. 1.5 വയസ്സായപ്പോഴാണ് ആ കുട്ടി മരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആ സ്വഹാബി വനിത പറയാറുണ്ട്, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഹബീബന്റെ വീട്ടിലേക്ക് വരും. ആ കുട്ടിയെ എടുക്കും, ഒരുപാട് കളിപ്പിക്കും. ഇപ്പൊ നോക്കി 1.5 വയസ്സെന്നൊക്കെ പറഞ്ഞാല് ആ കുട്ടിന്റെ കളിയും ചിരിയും എല്ലാം നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും.
അപ്പൊ എല്ലാ ദിവസവും എൻ്റെ ഹബീബ് എൻ്റെ വീട്ടിലേക്ക് വരും. ആ കുട്ടിയെ ഒരുപാട് കളിപ്പിക്കും, ചുംബിക്കും, എന്നിട്ട് തിരിച്ചു പോകും. ഒരു ദിവസം പതിവിന് വിപരീതമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബാക്കിയുള്ള സ്വഹാബത്ത് ഉണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബൂബക്കർ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരൊക്കെ വന്നിട്ടുണ്ട്. വരാനുള്ള കാരണം ഒരാൾ വന്നിട്ട് പറയാണ്, നബിയെ, നിങ്ങളുടെ മകൻ ഇബ്രാഹിമിനെ രോഗം ബാധിച്ചിട്ടുണ്ട്, ആ കുട്ടി മരണക്കിടക്കയിലാണ്. റളിയല്ലാഹു വീട്ടിലേക്ക് നബി ചെന്നു. നബി നിലത്തിരുന്നു എന്നുള്ളതാ. നിലത്തിരുന്നിട്ട് ആ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ ഇങ്ങനെ കടത്തി. ആ കുട്ടി മരണത്തോട് മല്ലടിക്കാണ്, അവസാനത്തെ വെപ്രാളത്തിലാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എൻ്റെ ഹബീബിന്റെ കണ്ണിലേക്ക് നോക്കി. എൻ്റെ ഹബീബിന്റെ കണ്ണിന്ന് കണ്ണീര് ചാരിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അള്ളാഹിന്റെ റസൂൽ നിങ്ങൾ കരയാണോ? നബികൾ കരയാണോ? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നഹാ റഹ്മ, ഇത് കാരുണ്യാണ്. അബ്ദുറഹ്മാന്റെ കണ്ണ് നിറയുണ്ട്. ഒരു വാപ്പ എന്നതൊക്കെ ഒരു ചേതോവികാരമുണ്ട്. സ്വന്തം മകൻ, പുലമക്കളായ ആളുകൾ പറയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദുനിയാവിൽ ഏറ്റവും വലിയ സങ്കടം എന്താണ്? അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളുടെ മക്കളുടെ മയ്യത്തിന് ഇമാമ് നിൽക്കേണ്ട അവസ്ഥ വരുമ്പോഴാണ്. ഇപ്പൊ എനിക്ക് 3.5 വയസ്സുള്ള ആൺകുട്ടിയുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ മകന്റെ മയ്യത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അതിന്റെ മുമ്പിൽ വെച്ച് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഏതൊരു വാപ്പയാണെങ്കിലും മനസ്സൊന്ന് പതറും, കണ്ണൊന്ന് നിറയും, കൽബൊന്ന് പെടയും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹിന്റെ റസൂൽ പറയാണ്, ഇന്നഹാ റഹ്മ, അള്ളാഹിന്റെ കാരുണ്യാണ്. എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്, എൻ്റെ കൽബ് പെടയുന്നുണ്ട്. പക്ഷെ എന്നാലും അള്ളാഹ് ഇഷ്ടമില്ലാത്തൊരു വാക്ക് ഞാൻ പറയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ രോഗം മാറ്റാൻ പോലും നബിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ മക്കളുടെ രോഗം എങ്ങനെ ബദരീങ്ങൾക്ക് മാറ്റാൻ കഴിയും? അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാകണം, സഹായതേട്ടം അള്ളാഹുവിനോട് മാത്രമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാണ്, ഇദാ സഅൽത ഫസ്അലില്ല, നീ ചോദിക്കണേ അള്ളാഹുവിനോട് ചോദിക്കണം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിലോ അള്ളാഹുവിനോട് നീ സഹായം തേടുക. ഈ വിഷയം ഗൗരവത്തിൽ കാണാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ കാര്യം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാണ്. ഇതൊക്കെ മര്യാദകൾ ഉണ്ടെങ്കിലും ചില ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ഈ മര്യാദകളൊക്കെ മുൻനിർത്തിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എന്താണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്? എത്ര വർഷമായി, ഇപ്പോൾ ഈ 10, 20, 30 കൊല്ലം ഞാൻ ഇവിടെ. എൻ്റെ കൂടെ എനിക്ക് ശേഷം വന്ന ഒരുപാട് ആളുകൾ വീട് വെച്ചു, എനിക്കിപ്പോഴും ഒരു വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ എൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ പല ആളുകൾക്കും മക്കളും പേരക്കുട്ടികളുമായി, എനിക്കിപ്പോഴും ഒരു മകനും മകളും ആയിട്ടില്ല. എന്താണ് റബ്ബ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തത്? ഈ മര്യാദകളെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട്. എൻ്റെ അസുഖം മാറാൻ, വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോഴും പെയിൻ കില്ലർ കഴിച്ചിട്ട് ഞാൻ എൻ്റെ വേദന അടക്കി പിടിക്കുന്നുണ്ട്. എത്ര കാലം ഞാൻ എൻ്റെ റബ്ബിനോട് പറയുന്നു, എൻ്റെ പ്രാർത്ഥന എന്താണ് എൻ്റെ റബ്ബ് കേൾക്കാത്തത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസാണ് നമ്മൾ ആ സമയത്ത് ഓർക്കേണ്ടത്. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, മാ മിൻ മുസ്ലിമിൻ യദഉ ലൈസ ബിഇസ്മിൻ വലാ ബിഖതിഅതി റഹ്മിൻ ഇല്ലാ അഅതാ ഇഹ്ദാ സലാസിൻ. അപ്പോൾ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഒരു ഹറാമ് ചെയ്യാനല്ല, ഒരു തിന്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അയാൾ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ ബന്ധങ്ങളെ തകർക്കാനോ കുടുംബ ബന്ധം മുറിക്കാനോ അല്ല പ്രാർത്ഥിക്കുന്നത്. ഈ 2 കാര്യത്തിനല്ല അയാൾ പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, ഹറാമ് ചെയ്യാനല്ല. 2, അതേപോലെ തന്നെ കുടുംബ ബന്ധം മുറിക്കാൻ, നല്ല നിലക്ക് പോയിരുന്ന 2 ആളുകളെ പരസ്പരം തെറ്റിക്കാനല്ല പ്രാർത്ഥിക്കുന്നത്. എങ്കിലൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ മനുഷ്യനെ അവന് 3-ൽ 1 കാര്യം നൽകാതിരിക്കില്ല എന്നുള്ളതാണ്. അയാൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വെറുതെ ആകൂല. 3-ൽ 1 കാര്യം അള്ളാഹു ആ മനുഷ്യന് നൽകും. എന്താണ് ഒന്നാമത്തെ വിഷയം? ഇമ്മാ അയ്യുഅജ്ജില ലഹു ദഅവതഹു, അവന്റെ പ്രാർത്ഥനക്ക് ഉടനെ തന്നെ അള്ളാഹു ഉത്തരം നൽകും. അയാൾ എന്താണ് ചോദിക്കുന്നത് അത് ഉടനെ റബ്ബ് നൽകും. ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ വിഷയം എന്താണ്? വഇമ്മാ അയ്യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, ആ മനുഷ്യൻ എന്ത് ചെയ്യും? അതിനുള്ള പ്രതിഫലം, മഹത്തരമായ പ്രതിഫലം നാളെ പരലോകത്ത് നൽകും. ദുനിയാവിൽ പ്രാർത്ഥിച്ചില്ലേ, പക്ഷെ അയാൾക്ക് ദുനിയാവിൽ ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് പകരമായിട്ട് പരലോകത്ത് എന്ത് ചെയ്യും? അയാൾക്ക് അതിനുള്ള പ്രതിഫലം നൽകും. 3-മത് പറയാണ്, അള്ളാഹു അവനെ ബാധിക്കാനിരിക്കുന്ന ഒരു പ്രയാസം അവനെ തൊട്ട് നീക്കും. ഈ 3-ൽ 1 കാര്യം എന്തായാലും ഉണ്ടാകും. ഒന്നല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഉത്തരം കിട്ടും, അല്ലെങ്കിൽ നാളെ പരലോകത്ത് അതിന് പ്രതിഫലം കിട്ടും, അല്ലെങ്കിൽ അവനെ തൊട്ട് ബാധിക്കാനിരിക്കുന്ന ഒരു മുസീബത്ത്, ഒരു പ്രയാസം അവനെ തൊട്ട് നീക്കുന്നുള്ളതാണ്. ഇത് കേട്ടപ്പോൾ അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചോദിക്കാണ്, ഇതൻ നുക്സിർ, എങ്കിൽ നബി ഞങ്ങൾ പ്രാർത്ഥന അധികരിപ്പിക്കട്ടെ. കാരണം ദുനിയാവിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും ചിലപ്പോൾ നാളെ പരലോകത്ത് പ്രതിഫലം ഉണ്ടാകും, അല്ലെങ്കിൽ ദുനിയാവിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, അത് ഇതുമൂലം ചിലപ്പോൾ മാറിപ്പോകാൻ വിഷയമുണ്ട്.
അപ്പൊ അങ്ങനെയെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥന അധികരിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്കിൽ അള്ളാഹു അക്സർ, എങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും, നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും. നിങ്ങൾ അധികരിപ്പിക്കുന്നുണ്ടോ, നിങ്ങൾക്കും അള്ളാഹു എന്ത് ചെയ്യും, അധികരിപ്പിച്ചു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര് ഏറെ ഗൗരവത്തിൽ ആലോചിക്കണം. പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ആയുധമാണ്. ജീവിതത്തിന്റെ ഉടനീളം നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ആ പ്രാർത്ഥനകളെല്ലാം റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ഏത് വിഷയത്തിനും ചില മര്യാദകളുണ്ട്, ഏത് കാര്യത്തിനും ചില ആദാബുകളുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ മര്യാദകൾ ഉണ്ടെങ്കിലേ ആ പ്രാർത്ഥന സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മര്യാദകൾ അനുസരിച്ച് ജീവിതത്തിന്റെ മേഖലയിൽ പ്രാർത്ഥിക്കുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. ഏറ്റവും വലിയ പിശുക്കൻ ആരാന്നറിയോ? ഏറ്റവും വലിയ പിശുക്കൻ സലാം പറയാൻ മടിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ അശക്തൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഇല്ലാത്തവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളുണ്ട് സലാം പറയാൻ മടിയാണ്. വലിയ സലഫി ആദർശമൊക്കെ ഉള്ള ആളുകളായിരിക്കും, ദീനി ബോധമൊക്കെ ഉണ്ടാകും, പക്ഷെ സലാം പറയാൻ മടിയാണ്. ഈ രൂപത്തിൽ പിന്നെ ആദർശത്തിലുള്ള ആളുകളെ കാണുമ്പോൾ മാത്രം സലാം പറയുന്ന ചില ആളുകളുണ്ട്. കൂടെ ജോലി ചെയ്യുന്ന ആൾ വിളിക്കുന്ന സമയത്ത് സലാം പറയില്ല, സ്വന്തം ഭാര്യയോട് സലാം പറയില്ല, വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് മക്കളോട് സലാം പറയാത്ത എത്ര എത്ര ആളുകളാണുള്ളത്. എന്ത് ദീന നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാരാണ്, ഏറ്റവും വലിയ പിശുക്കൻ എന്നാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏറ്റവും വലിയ അശക്തൻ പ്രാർത്ഥിക്കാത്തവനാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ചോദിക്കണതാണ് ഇഷ്ടം. മനുഷ്യന്മാരായ നമുക്ക് നമ്മളോട് ചോദിക്കുന്നതാണ് നമുക്ക് വെറുപ്പുണ്ടാകുക. അള്ളാഹുവിനെ ചോദിച്ചിട്ടില്ലെങ്കിലാണ് നമ്മളോട് ദേഷ്യം വരിക. അതുകൊണ്ട് നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു എല്ലാം സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരുടെ കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.